സിസേറിയൻ കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം സിസേറിയൻ്റെ മുറിവിൻ്റെ അവിടെ മുഴയും വേദനയും ആയിട്ട് പലരും വരാറുണ്ട്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇത് സിസേറിയൻ ചെയ്തതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ അന്ന് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് എനിക്ക് അങ്ങനെ വേദന വരുന്നതാണ് എന്നുള്ളതാണ്. ഇതിവിടെയാണ് നമ്മൾ സ്കാർ എൻഡോമെട്രിയോസിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്താണ് എൻഡോമെട്രിയോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യൂഷ്വലി യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഉള്ളിൽ മാത്രം കാണുന്ന ബ്ലീഡിങ് ഉണ്ടാകുന്ന കോശങ്ങൾ അഥവാ എൻഡോമെട്രിയൽ ടിഷ്യൂ സാധാരണ മെൻസസ് ടൈമിന് പീരീഡ്സ് വരുമ്പോൾ താഴേക്ക് ബ്ലീഡിങ് ആയി പോകും. പക്ഷേ ഈ കോശങ്ങൾ യൂട്രസിനുള്ളിലല്ലാതെ പുറത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുക. അതിൻ്റെ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് സാധാരണ ഓവറിയോ അല്ലെങ്കിൽ ട്യൂബുകളോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ബാക്കോ ഒക്കെയാണ്. അതല്ലാതെ കുടലുകളിലും മൂത്രസഞ്ചിയിലും ഒക്കെ വരാം. പക്ഷേ ഇത് നമ്മുടെ മുന്നേ ഉണ്ടായ സിസേറിയൻ സ്കാറിൽ, അതായത് സിസേറിയൻ്റെ സൂച്ചർ ചെയ്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ ലോക്ക്ഡായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാപ്ഡ് ആയി പോവുകയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് വളരും. അതെന്തുകൊണ്ട് വളരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡിലി ഇൻഫ്ലമേഷൻസ് കാരണമായിരിക്കാം. അത് അവിടെ ഇരുന്ന് വളരുകയും അങ്ങനെ ഇരുന്ന് വളരുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂവിലേക്ക് മാസാമാസം പീരീഡ്സ് ആവുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുകയും അത് കാരണം പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് കുറച്ചുകൂടെ വലിപ്പം വെക്കുകയും ആ പേഷ്യൻറ്റിന് അവിടെ പെയിൻ വരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൈക്ലിക്കലായിട്ടുണ്ടാകുന്ന വയറുവേദന പ്ലസ് ഒരു മുഴ. ആ മുഴ എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ള ഒരു മുഴയായിരിക്കും. സിസേറിയൻ്റെ മുറിവിൻ്റെ അവിടെ ആ ഭാഗത്തായിരിക്കും മുഴ ഉണ്ടാകുക. പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ എപ്പോൾ പീരീഡ്സ് വരുന്ന സമയത്ത് മാത്രം. കോമൺലി അങ്ങനെയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് സൈക്ലിക്കലായിട്ട് നമുക്ക് താഴേക്ക് ബ്ലീഡിങ് വരുന്നത് പോലെ തന്നെ ഈ എൻഡോമെട്രിയൽ കോശങ്ങൾ ഇരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ബ്ലീഡിങ് ഉണ്ടാകുകയും ആ ബ്ലീഡിങ് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ബ്ലഡ് കെട്ടി നിൽക്കുകയും അത് വീർത്ത് വരികയും ചെയ്യും. പിന്നെ ഇത് സെക്കൻഡറി ആയിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാം, അത് കാരണം പെയിൻ കൂടാം. അപ്പോൾ ഇത് ശരിക്കും സർജറി ചെയ്തതിൻ്റെ കോംപ്ലിക്കേഷൻ ആണോ? അല്ല. അത് നിങ്ങൾ അറിയേണ്ടത്, ഇത് താഴ്ഭാഗത്ത് നോർമൽ ഡെലിവറി ആയവർക്കും താഴ്ഭാഗത്ത് മുറിവിൽ വരാം. അതായത് നമ്മൾ നോർമൽ ഡെലിവറി ആകുന്നവർക്ക് താഴെ ഇടുന്ന ഒരു കട്ടാണ് എപ്പിസോട്ടമി എന്ന് പറയുന്നത്. എപ്പിസോട്ടമി സൈറ്റിലും ഇതേ സ്കാർ എൻഡോമെട്രിയോസിസ് വരുന്ന ആൾക്കാരുണ്ട്. വേറെ എന്തെങ്കിലും സർജറി, അതായത് ഈ ഫൈബ്രോയിഡ് എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറി ചെയ്തവർക്ക്, കീ ഹോൾ സർജറി ചെയ്തതാണെങ്കിൽ പോലും കീ ഹോൾ ആ ചെറിയ ചെറിയ ഹോൾസിൽ പോലും സ്കാർ എൻഡോമെട്രിയോസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ബോഡി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ആ എൻഡോമെട്രിയൽ ടിഷ്യൂ അവിടെ ലോക്ക്ഡ് ആവുകയും അത് അവിടെ ഇരുന്ന് വളരുകയും ചെയ്യുന്നു എന്നുള്ളത് അത് എല്ലാവർക്കും ഉണ്ടാവില്ല. അതിൻ്റെ ടെൻഡൻസി ഉള്ളവർക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെയാണ് സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. എന്താണ് എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യും ചോദിച്ചാൽ, ഒന്ന് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പേഷ്യൻ്റെ ഹിസ്റ്ററി, സൈക്ലിക്കലായിട്ട് വരുന്ന പെയിൻ പ്ലസ് ആ മുഴ. 2 എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് വിത്ത് കളർ ഡോപ്ലർ. 3 എന്ന് പറയുന്ന MRI, കറക്റ്റ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടിഷ്യൂ മൊത്തമായിട്ട്, അതായത് അവിടെ ബാക്കി ഇനി എൻഡോമെട്രിയൽ ടിഷ്യൂ വരാത്ത രീതിയിൽ മുഴുവനായിട്ട് അത് കട്ട് ചെയ്ത് എടുത്ത് കളയുക, സർജറി ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും സർജിക്കൽ കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന മുഴകളെ കൺസിഡർ ചെയ്യരുത്. അത് സ്കാർ എൻഡോമെട്രിയോസിസ് ആവാം.